ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പുട്ടും പഴമാണ്. അപ്പോൾ പ്രൊമോട്ടായി കഴിക്കുകയാണ്. അപ്പം ഞാൻ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, എൻ്റെ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പുട്ടിൻ്റെ അരികിൽ 2 അരിമുളക് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് കളിയാക്കുകയാണ്, ഇതൊക്കെ ആദ്യത്തെ കോമ്പിനേഷനാണ്, ഇത് ആരെങ്ങനെ കഴിക്കാനൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറിന് അരി ഇടാൻ നോക്കുകയാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറയും രാവിലെ. അപ്പോൾ മിഴി ഇതാ തലയൊക്കെ മസാജ് കൊടുത്തത്. ഇപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ പ്രൊമോട്ടം പോയി കേട്ടോ. അപ്പോൾ രാവിലെ ഇവരുടെ സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത്, സ്ഥിരം ഉള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് പ്രൊമോട്ടൻ അങ്ങനെ പോയി. പിന്നെ ഞാൻ അലക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലക്കാൻ വന്നപ്പോൾ ഞങ്ങളുടെ തോടൊക്കെ കണ്ട് പറ്റി വരണ്ട് കിടക്കുന്നത്. ഈ വേനൽക്കാലം കാരണം തോട്ടൊന്നും വെള്ളമില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള കറി വയ്ക്കാൻ നോക്കുകയാണ്. അപ്പോൾ കറിയൊക്കെ വറുത്തിട്ടു. എന്നിട്ട് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം ഇന്ന് മോരുകറിയും കൂർക്കപ്പേരിയും ചമ്മന്തിയൊക്കെയാണ് ഇട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ വൈകുന്നേരം അതാ വേനൽ മഴ ആദ്യമായിട്ട് പെയ്യാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നേരം കണ്ടിരുന്നു. പിന്നെ അതിന് ശേഷം നല്ല മഴയൊക്കെ ഉണ്ടായി. പിന്നെ അപ്പോഴാണ് പ്രൊമോട്ടൻ കുറച്ച് നത്തൽ മീൻ മേടിച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിൽ കപ്പ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല മീൻ കറി വെക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം എണ്ണയിൽ ഉലുവ പൊട്ടിച്ചിട്ട് അതിലേക്ക് വലിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞിട്ടിട്ട് വഴറ്റുക. പിന്നെ അതിലേക്ക് തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി പേസ്റ്റ് ആക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി വഴറ്റിയതിന് ശേഷം കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം നന്നായി വഴറ്റുക. പിന്നെ അതിലേക്ക് 2-3 പീസ് കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാൻ കുറച്ച് വാളംപുളിയും പിഴിഞ്ഞൊഴിക്കും കേട്ടോ. എന്നിട്ട് നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് മീനിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മീൻകറിയും കപ്പയൊക്കെ പിന്നെ ഞാൻ മീൻകറി ആയപ്പോൾ പിന്നെ കപ്പ നേരെയാക്കി കേട്ടോ. അപ്പോൾ കപ്പ നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ. ഇപ്പം ഞങ്ങൾ കുക്കറിലാണ് വെച്ചത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പിന്നെ നല്ല നെയ്യ് പോലെ ആയിട്ടുണ്ടായിരുന്നു. നന്നായി വെന്തുടഞ്ഞ് നല്ല അടിപൊളി കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പയും ചായയും മീൻകറിയൊക്കെ കഴിച്ചു. പിന്നെ ഇന്ന് ഞങ്ങൾ പാട്രിയോട്ട് മൂവി റിലീസായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയി കേട്ടോ. നല്ല പടമായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വർഷത്തിന് ശേഷം മോഹൻലാൽ മമ്മൂട്ടി ഒന്നിക്കുന്ന ഒരു പടമാണല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാവിധതും തിയേറ്ററിലുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ തന്നെ മിഴി നന്നായിട്ട് ഉറക്കം വന്നിട്ട് അവൾ ഉറങ്ങുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു 15 മിനിറ്റ് ലേറ്റ് ആവുമെന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളവിടെ കട്ട പോസ്റ്റായി. അപ്പോൾ സാലഡ് കൊടുന്നപ്പോൾ പിന്നെ പ്രൊമോട്ട് ആ ദേഷ്യം മൊത്തം അതിൽ തീർക്കുകയാണ്. സാലഡൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ മധുബൂത്താണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ബീഫ് മധുബൂത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.